ഹലോ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ബിഗ് ബോസിൻ്റെ ഒരു ഡബിൾ ഗെയിമിനെ കുറിച്ചാണ്. നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ടില്ല, ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും. ഇന്നൊരു എൻഡുറൻസ് ടാസ്ക് നടക്കുകയുണ്ടായി. ആ എൻഡുറൻസ് ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റാൻഡിൽ കയറി നിൽക്കുക. ആ നിൽക്കുന്ന ടൈമിൽ നമുക്ക് പുറയിലോട്ട് മേളിലോട്ട് രണ്ട് കൈയും പിടിച്ച് നിൽക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയങ്ങളിൽ അവിടെ ചിലവഴിക്കുന്ന ആൾ കൂടുതൽ പോയിൻ്റ് നേടും. അപ്പം ഓരോരുത്തർ ഇറങ്ങുന്നതനുസരിച്ച് അവർ ഇറങ്ങുന്ന നമ്പറിൻ്റെ ക്രമത്തിൽ അവർക്ക് പോയിൻ്റുകൾ ലഭിക്കും. ഞാനിവിടെ പറയാൻ വരുന്നത് ബിഗ് ബോസിൻ്റെ ഒരു ഡബിൾ ഗെയിം അതിൻ്റെ ഇടയ്ക്ക് നടക്കുകയുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റാൻഡിലുള്ളത് ആര്യൻ ആൻഡ് അനുമോൾ, നൂറ, സാബുമാനാണ്. അപ്പം ഇവർ 4 പേരുമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പം ഏകദേശം ഒരു 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനീഷ് അവിടുന്ന് ഒരു ഫ്ലാസ്കിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് വരികയും, ആ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ആര്യനാണ് ആദ്യം കൊടുക്കുന്നത്. ആര്യൻ ഒരു വട്ടം കൊടുത്തു. അന്നേരം ആര്യൻ പറഞ്ഞു എനിക്ക് ഇനിയും വേണം. രണ്ടാമതും ആര്യന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ആര്യൻ പറഞ്ഞു പിന്നെയും എനിക്ക് വേണം. അനീഷേട്ടാ എനിക്ക് കിട്ടിയില്ല, കുറച്ചുകൂടെ താ എന്ന് വെച്ചാൽ ഏകദേശം ഒരു മിനിറ്റിൽ മേളിൽ അവിടെ ആ വെള്ളം കുടിക്കുകയുണ്ടായി. ഇതെല്ലാം ബിഗ് ബോസ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, ആര്യൻ വയറ് നിറച്ച് വെള്ളം കുടിക്കുകയും അതിനുശേഷം അനുമോൾ പറയുകയുണ്ടായി അനീഷേട്ടാ എനിക്കും കൂടെ വെള്ളം തരുമോ എന്ന്. അപ്പോൾ അവിടെ നിന്നും അനുവിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ടാസ്കിൽ നടക്കുന്ന ആർക്കും വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന്. 3 വട്ടം അനീഷ് ആര്യന് വെള്ളം കൊടുത്തപ്പോൾ ഒരു രീതിയിലും വിലക്കുകയും ഒന്നും ചെയ്യാതെ അവിടുന്ന് രണ്ടാമത് അനുമോളുടെ അടുത്തേക്ക് വരുന്ന ടൈമിലാണ് ബിഗ് ബോസ് അത് വിലക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം. അതുപോലെ തന്നെ ഇപ്പോൾ ലൈവിൽ എപ്പിസോഡിൽ കാണിച്ചു എന്ന് പറഞ്ഞു, സാബുമോനെ മൈക്ക് മാറ്റാൻ വേണ്ടി കൈയെടുക്കാൻ വേണ്ടി അക്ബർ പോയി സഹായിക്കുന്ന സമയങ്ങളിൽ കൈ വിടേണ്ട ഒരവസ്ഥ. ആ 2 കൈൻ്റെ ഇടയ്ക്കൂടെ എന്തായാലും ആ മൈക്ക് ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ബിഗ് ബോസ് ഒന്ന് പറഞ്ഞു തരണം എങ്ങനെയാണ് ആ മൈക്ക് ഊരുക എന്ന്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ സഹായിക്കാൻ വേണ്ടി അക്ബറിനെ വിടേണ്ട ആവശ്യമില്ല. അതെന്തിൻ്റെ അടിസ്ഥാനം? ഞാനത് ലൈവ് കണ്ടില്ല, കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ ബിഗ് ബോസിൻ്റെ ഈ ഡബിൾ ഗെയിം നമ്മൾ കാണാതെ പോകരുത്. എന്തായാലും ആര്യനെ ടോപ്പ് ടിക്കറ്റ് ഫിനാലെ കൊണ്ടുവരാനാണോ ബിഗ് ബോസിൻ്റെ തീരുമാനം?